പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് കോൺഗ്രസ് കൗൺസിലർമാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കൗൺസിലർമാരായ രജിത പ്രകാശ്, ലിസിക്കുട്ടി മാത്യു, ടോണി തൈപ്പറമ്പിൽ, ബിജു മാത്യൂസ് എന്നിവരെ KPCC പ്രസിഡന്റിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തതായി DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA അറിയിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ജോസഫ് കോട്ടയത്ത് നിന്നും ചേരുന്നുണ്ട്. പ്രശാന്ത്, പാലായിൽ ഈ നാടകീയ രംഗങ്ങൾ തുടരുകയാണ്. ഒടുവിൽ അവിടെ സ്വതന്ത്ര അംഗം ചെയർപേഴ്സൺ ആകാൻ പോവുകയാണല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു സസ്പെൻസ് ഇപ്പോൾ മറന്നേക്ക് പുറത്തു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഗോപിക. ഇന്നലെ ഈ അവിശ്വാസത്തെ പിന്തുണച്ച കോൺഗ്രസ് വിമതയായിരുന്ന സ്വതന്ത്രയായി മത്സരിച്ച മായ രാഹുലിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത് എന്നുള്ള തരത്തിലാണ് സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മായ രാഹുലിനെ അധ്യക്ഷ സ്ഥാനത്തേക്കും, മായ രാഹുൽ ഇപ്പോൾ ഉപാധ്യക്ഷയാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മായ രാഹുലിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയും അതേപോലെ തന്നെ ഇന്നലെ ഈ അവിശ്വാസത്തെ അനുകൂലിച്ച കോൺഗ്രസ് കൗൺസിലർമാരായ ടോണി തൈപ്പറമ്പിലിനെയോ അല്ലെങ്കിൽ ബിജു മാത്യൂസിനെയോ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കും പരിഗണിക്കുന്നു എന്നുള്ള തരത്തിലാണ് സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നാണ് അവർ നൽകിയിട്ടുള്ള ഒരു അറിയിപ്പ്. ഏതായാലും കേരള കോൺഗ്രസ് എം ഭരണത്തിൽ നേരിട്ട് പങ്കാളിയാവില്ല, അല്ലെങ്കിൽ ഭരണത്തിൽ മുൻനിരയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലെന്ന് ഇന്നലെ കേരള കോൺഗ്രസ് എമ്മിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറും നഗരസഭ പ്രതിപക്ഷ നേതാവുമായ ബിജു പാലുപ്പടവൻ വ്യക്തമാക്കിയിരുന്നു. ഈ സ്വതന്ത്ര കൂട്ടായ്മയെ പുറത്താക്കുന്നതിന് വേണ്ടി സഹകരിച്ചവരുമായി ഒപ്പം നിന്നുകൊണ്ട് അവരെ പിന്തുണച്ചുകൊണ്ട് അവരെ ഭരണത്തിലെത്തിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ ടോണി തൈപ്പറമ്പിൽ പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണം തന്നെ നഗരസഭയിൽ ഉണ്ടാകുമെന്നായിരുന്നു. ഇതെല്ലാം ഈ സൂചനയിലേക്കാണ് എത്തുന്നത്. ഈ മായ രാഹുൽ കോൺഗ്രസ് വിമതയായി മത്സരിച്ച് ജയിച്ചു വന്നയാളാണ്. എന്നാൽ മായയെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് വീണ്ടും ഇവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് കോൺഗ്രസിനെ തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ സ്വതന്ത്ര കൂട്ടായ്മയെ വിപ്പ് തള്ളിക്കൊണ്ട് ഇന്നലെ മായ രാഹുൽ ദിയ പുളിക്കക്കണ്ടത്തിനെതിരെ അവിശ്വാസം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇനി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും കൂടെ കൈകോർക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കോൺഗ്രസിന് ആകെ 6 കൗൺസിലർമാരുള്ളതിൽ 4 പേരെയും ഇന്നലെ പാർട്ടി പുറത്താക്കി. ഇതോടുകൂടി ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് മറ്റ് നിയന്ത്രണങ്ങളൊന്നുമില്ല, പാർട്ടിയുടെ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടാവില്ല. പാർട്ടി ഇവരെ പുറത്താക്കിയതായി ഇന്നലെ DCC പ്രസിഡന്റും MLA നാട്ടകം സുരേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആർക്കും വോട്ട് ചെയ്യുന്നതിന് ഇവർക്ക് ഒരു തടസ്സവുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ 4 കോൺഗ്രസ് അംഗങ്ങളും ഉപാധ്യക്ഷയും കോൺഗ്രസ് വിമതയുമായ മായ രാഹുലും ഒപ്പം കേരള കോൺഗ്രസ് എമ്മിന്റെ മാത്രം 10 കൗൺസിലർമാരുമുണ്ട്. ഈ ഇത്രയും പേർ ചേരുമ്പോൾ തന്നെ 15 പേരായി. ആകെ 26 അംഗ കൗൺസിലാണ്. അതുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ CPM-ന്റെ പാലായിൽ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച 4 കൗൺസിലർമാരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. പ്രശാന്താണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.